ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി വന്നിട്ട് വേറൊന്നും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇന്ന് ചാച്ചും വാവച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകണം. എന്നിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ പൊറിച്ചിട്ട് പോകണം ഫ്രണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ചിട്ടും പാട്ട് പാടിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ചെടിയിൽ കുറേ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാവച്ചിയും തലയിൽ പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. റോസാപ്പൂവാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സിന് മാച്ചായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പൂവ്. എന്നിട്ട് ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഉമ്മാൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അത് ഉമ്മാൻ്റെ വീട്ടിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അമ്മൻ്റെ വീട്ടിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടായത്. അപ്പോൾ ചാച്ചു ആലത്തൂരിന് വന്നാണ് രാവിലെ ബസ്സിൽ നിന്ന്. അപ്പോൾ അപ്പച്ചയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഓട്ടോ ഉണ്ടായതുകൊണ്ടും. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ബൊക്കയും പൂവൊക്കെ ആയിട്ട് വരികയാണ് ഡ്രസ്സൊക്കെ കൊണ്ട്. അപ്പോൾ നമ്മളിതാ വീഡിയോസൊക്കെ എടുത്തു മേലെ നിന്ന് ഒരു സ്റ്റേജിൽ നിന്ന്. അപ്പോൾ ഞാനും ചാച്ചുമൊക്കെ ഇങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇത്തിരി ബിസിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തിട്ടോ ഫ്രണ്ട്സ്. നല്ല രസമായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചോറുണ്ടാണ്, മട്ടൻ ബിരിയാണിയും ചിക്കൻ വറുത്തതും ആയിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ആ മുട്ടായിൻ്റെ ഒരു ഹാമ്പർ ബോക്സ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ കളിക്കുകയാണ് തല്ലുകൂടിയിട്ട്. അവസാനം അത് പൊട്ടും പറഞ്ഞിട്ട് ഞാനത് പിടിച്ചില്ല ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കത് കിട്ടും പറഞ്ഞിട്ട് ഞങ്ങളത് അവിടെ വെച്ചു. എനിക്കതിൽ വല്ല ക്രാഫ്റ്റ് വർക്ക് ചെയ്യാലോ പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടോ ഫ്രണ്ട്സ്. നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിൽ മുട്ടായി ആയിരുന്നു. ആ മുട്ടായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്തിരി റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കോട്ടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴയൊക്കെ കറുത്ത പോലെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അധികം നേരം നിന്നില്ല. പക്ഷെ ആ ഒരു വ്യൂ നല്ല രസമായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറേ ആമനെ കാണാൻ പറ്റിയിട്ട് ഫ്രണ്ട്സ്. കുറേ ഇങ്ങനെ ഓരോ കുന്നുപോലുള്ളതിൽ കയറുന്നത്. അപ്പോൾ ഇപ്രാവശ്യമാണ് ഞങ്ങൾ കുറേ ആമകളിനെ ഇവിടെ കണ്ടത്. അപ്പം പിന്നെ വാവച്ചിയും ചാച്ചുമൊക്കെ കുറേ ആയി ഇവിടെ വന്നിട്ട്. പിന്നെ ഞങ്ങളും ഇവിടെ വന്നിട്ട് ഒരു വർഷമായി. പക്ഷെ അടുത്താണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഉള്ളൂ. പിന്നെ മലമ്പുഴയ്ക്ക് പോയിട്ട് ഒരു വർഷത്തിന് മേലായിട്ട് ഫ്രണ്ട്സ്. എന്താ വെച്ചാൽ നല്ല ബ്ലോക്കാണ് എപ്പോൾ പോകുമ്പോഴും. പിന്നെ ഇവിടെ ബ്ലോക്ക് അങ്ങനെ തിരക്കൊന്നും ഇല്ല. പക്ഷേ എന്തായാലും നമ്മൾക്ക് ഇവിടെ അല്ലാണ്ടും കുറച്ച് സ്ഥലങ്ങൾക്കൊക്കെ പോകും. പിന്നെ ഇടയ്ക്ക് ലുലു മാളൊക്കെ വന്നപ്പോൾ എല്ലാ സൺഡേയും അവിടേക്കാണ് ഇത്തിരി കൂടുതൽ പോകുന്നത്. ഇവിടെ പൈസ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നേരം നിൽക്കാമല്ലോ. അല്ലാണ്ട് ഈ സമയം വരെ നിൽക്കണം എന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരം നിന്നിട്ടേ വന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം വന്നു. പക്ഷേ നമ്മൾ കുറച്ച് പകുതി കണ്ടു കേട്ടോ ഫ്രണ്ട്സ്. പകുതിക്ക് അവിടെ ടിക്കറ്റ് വേണം പറഞ്ഞു. പിന്നെ മറിയും കുറച്ചപ്പോൾ അവിടെ പിന്നെ ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ, നമുക്ക് കണ്ടത് തന്നെയല്ലേ പറഞ്ഞിട്ട് നമ്മൾ കയറിയിട്ട് അവിടെ നോക്കിയിട്ടൊക്കെ വന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ ഓരോ ഭാഗത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു. ഒറ്റയ്ക്കൊക്കെ വെച്ചിട്ട് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോ ഒന്നും ഞാനിപ്പോൾ കാട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ വാവച്ച് പോയി നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. ഞാനും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ചാച്ചും ഉമ്മയൊക്കെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറി. അവിടുത്തെ ഇപ്രാവശ്യം അമ്പലത്തിൽ തിരക്കില്ലാത്തത് കൊണ്ട് നമ്മൾ സൈഡിൽ കൂടെ പോണതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വന്നത്. ഞങ്ങളെന്നെ വന്നത് ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതുവരെ വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇത്തിരി നടന്ന പോലെ ആയല്ലോ, അതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഇതവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോയി. അപ്പോഴാണ് ഞാനും മമ്മിയും ചാച്ചും വാവച്ചിയും കുഞ്ഞാനിയും ഇതിൽ കയറി. ഉമ്മയും അമ്മിനിയും വന്നില്ല. ഞങ്ങൾ കയറിയതൊക്കെ വീഡിയോ എടുത്തു ഫ്രണ്ട്സ്. അപ്പം ഇത്രയും നേരം മഴ പെയ്യില്ല പറഞ്ഞിട്ട് ഞങ്ങൾ സമാധാനമായിട്ട് നടക്കുമ്പോൾ വീട് എത്തിയിട്ട് ഒരു 5 മിനിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. പക്ഷെ ഇങ്ങനത്തെ മഴ ഇതുവരെ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിശയിച്ചു പോയി. അപ്പം ഭാഗ്യത്തിൽ നമ്മൾ നനഞ്ഞില്ല. അപ്പോൾ കുടയൊന്നും എടുക്കാണ്ട് വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് പോവാലോ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഫുള്ളും കണ്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വാടക തന്നെയല്ലേ, പെട്ടെന്ന് തീരുമാനിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ഭാഗമൊക്കെ നോക്കി വായിച്ച് അവിടെ ഇവിടെയൊക്കെ കയറി കളിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മീനിനെ അവനെയൊക്കെ നോക്കി. അപ്പോൾ ഈ സ്ഥലം നമുക്ക് കണ്ടിന്യൂ കുഴപ്പമില്ല. ഡെയിലി ഈ വഴിയാണ് സ്കൂളിലൊക്കെ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടെത്താനായിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ കോളനി കൂടെ നടക്കുകയാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ വീടെത്തി ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ ചാച്ചുവിനെ ഇരുത്തി ഓട്ടാണ്. എനിക്ക് ഓട്ടാനേ കിട്ടുള്ളൂ ഫ്രണ്ട്സ്. അവസാനം ചാച്ചു എന്നെ ഇരുത്തി ഓട്ടാൻ തുടങ്ങി. പക്ഷേ കുഞ്ഞാനി വാവച്ചി രണ്ടാളും തമ്മിൽ ഓട്ടും ചെയ്തു. തമ്മിൽ ഇരുന്ന് ഓട്ടി. ചാച്ചു ആണെങ്കിൽ എന്നെ വീഴ്ത്തിയിടുന്ന പോലെ കൊണ്ടുപോകണം. ഞാനാണെങ്കിൽ ഉരുത്തി പോവാം ഫ്രണ്ട്സ്. ഇതിൻ്റെ ഇടയിൽ നല്ല മഴയൊക്കെ പെയ്തിട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ അടിച്ചൊളിച്ച് സൈക്കിളൊക്കെ ഓട്ടി. ഞാനും കുഞ്ഞാനും ഇരുത്തുന്നല്ലാണ്ട് ഞാൻ എൻ്റെ ബാഗിൽ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഇരിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ ഫ്രണ്ട്സ്, 4 ആളും കൂടെ. അപ്പോൾ അവർ സമയമായി പറഞ്ഞിട്ട് ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് നാളെ സ്കൂളുണ്ട്, ഞങ്ങൾക്ക് നാളെ സ്കൂളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.